തിരുപ്പൂർ പല്ലടത്ത് അമ്മയെയും മകളെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പ്രണയബന്ധം നിരസിച്ചതിലെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പച്ചപ്പാളയം സ്വദേശികളായ ധനലക്ഷ്മി, പൂവരശി എന്നിവരാണ് മരിച്ചത്. ദിണ്ടിഗൽ സ്വദേശി അക്ഷയാണ് അറസ്റ്റിലായത്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷാരിഖ്, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എപ്പോഴാണ് ഇതുണ്ടായത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അപ്പൊ കൊലപാതകത്തിന് കാരണം പ്രണയം മാത്രമല്ല. ഇവര് ഇൻസ്റ്റഗ്രാം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ചതിന് ശേഷം നല്ല രഹസ്യമായിട്ട് രണ്ടുപേരും വിവാഹിതരായി. അപ്പൊ വിവാഹം കഴിക്കുമ്പോൾ ഈ ധനലക്ഷ്മിക്ക് അറിയില്ല ഇത്രയും വലിയൊരു ക്രിമിനലാണ് തൻ്റെ കൂടെയുള്ളത്, അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നക്കാരനാണ് എന്നൊന്നും ധനലക്ഷ്മി എന്ന് പറയുന്ന ആ യുവതിക്ക് അറിയില്ല. ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതായത് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമല്ലോ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും, ഇല്ലാത്ത കാര്യങ്ങൾ കൊടുക്കും. എന്തിനധികം പറയുന്നു, വലിയ വലിയ വീടുകളുടെ മുന്നിൽ നിന്നിട്ട് ഇതെന്റെ വീടാണെന്ന് പറയും, വലിയ വലിയ കാറിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതെന്റെ കാറാണെന്ന് പറയും. അങ്ങനെ മോഹന വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് ഒരു ദിവസം ഏതായാലും വീട്ടുകാരറിയാണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് എന്ന് കരുതുകയും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആളില്ലാത്തപ്പോഴെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരികയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കല്യാണം നടക്കുകയും ആ കല്യാണം പിന്നീട് അമ്മ അറിഞ്ഞപ്പോഴേ അമ്മ തന്നെ പറഞ്ഞു ഇനി ആ ബന്ധം വേണ്ട, അവൻ ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആ അമ്മയ്ക്കും മകൾക്കും ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ധനലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു യുവതിയും അവരുടെ അമ്മയുമാണ് കൊല്ലപ്പെട്ടത്. കാമുകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന അവർ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് തന്നെയാണ്. പക്ഷേ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരാൾ പോലും അറിയില്ല. രഹസ്യമായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം. ഇതിപ്പോഴും തമിഴ്നാടായിന്നേ ഉള്ളൂ. കേരളത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും 2-3 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടതല്ലേ, അതായത് കണ്ണൂരിൽ നിന്നും ഒരു 23 വയസ്സുകാരൻ പോയിരിക്കുകയാണ്. വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ രഹസ്യമായിട്ട് വീട്ടിൽ കയറുന്നു. അങ്ങനെ രണ്ട് പേരെയാണ് അവൻ ഇത് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവൻ എന്ത് ചെയ്തു അറിയാം, ഇൻസ്റ്റഗ്രാം അങ്ങ് ബ്ലോക്കാക്കി. അതുവരെ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ താരമായിരുന്നു. ഈ 2 പേരുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ അവൻ വലിയൊരു ഹീറോ ആണ്, അവൻ വലിയൊരു പണക്കാരനാണ്. അതുമാത്രവുമല്ല, അവൻ ലക്ഷങ്ങളുടെ കാറുകളുണ്ട് അവൻ്റെ കയ്യിൽ, ലക്ഷക്കണക്കിന് രൂപയുണ്ട്, വീടുകളുണ്ട്. പക്ഷേ പിന്നീടല്ലേ മനസ്സിലാകുന്നത് ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ക്രിമിനലാണ്, അവനൊരു കേസിൽ പ്രതിയാണ്. ആ പ്രതിയാണ് പിന്നീട് ആ വീട്ടിലേക്ക് ഒളിവിൽ പോയത് എന്നുള്ളതാണ്. ആ വീട്ടിൽ ഒളിച്ച് താമസിച്ച് അവിടെ നിന്നും 2 പേരെ ഉപയോഗിച്ചതിന് ശേഷം വീട്ടുകാരെല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം അവിടെ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉപയോഗിച്ച ആ യുവതികളുടെ അവരുടെ അച്ഛനമ്മമാരെയാണ് നമുക്ക് പറയേണ്ടത്. കാരണം ഞാൻ അവരുടെ പ്രായവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ പ്രായത്തിലുള്ളവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത അച്ഛനെയും അമ്മയുമാണ് ആദ്യം പറയേണ്ടത്, അല്ലാതെ വേറെ ആരെയല്ല. അപ്പൊ ഇതുപോലെയുള്ള ഇൻസ്റ്റഗ്രാം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ കുരുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇതിൽ ബാധിക്കപ്പെടുന്ന അവർക്കൊന്നും അറിയില്ല ഇതിന്റെ പ്രത്യാഘാതം എന്താണ്, അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ഒരു ക്രിമിനലാണോ, ഇവൻ ക്രിമിനൽ തന്നെയാണോ നല്ലവനാണോ എന്നൊന്നും അറിയില്ല. അതായത് ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നവരെന്ന് പറഞ്ഞാൽ പകുതിയും മയക്കുമരുന്നിന് അടിമകളായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗുണ്ടായുസത്തിലുള്ളവരായിരിക്കും, ക്രിമിനലുകളായിരിക്കും. ഇതൊന്നും അറിയാതെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ സ്നേഹം വിശ്വസിച്ച് ചിലപ്പോൾ വീട്ടിലേക്ക് കയറ്റും. വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ്ടല്ലോ അവിടെ എന്താണ് സംഭവിക്കുമെന്ന് പറയണ്ടല്ലോ. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരണയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് ഓൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയെടുക്കുക, അതാ വേണ്ടത്. അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട് പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ഏതായാലും എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ അങ്ങനെയാണ്. ഏതായാലും എൻ്റെ അഭിപ്രായത്തിന് അവർക്ക് പെട്ടെന്ന് തന്നെ നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. ഏതെങ്കിലും ഒരുത്തനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള പ്രതികളും ഭയക്കും. അതായത് അങ്ങനെ പോയി കഴിഞ്ഞാൽ താനും ജയിലിലാകും, ഇല്ലെങ്കിൽ താനും ഇതാകും എന്നുള്ള ഒരു ഭയം ഉണ്ടാകും. ഇവിടെ ഇപ്പോഴും ഭയമില്ല. എന്തുകൊണ്ടാ? അതായത് കുറച്ചു കാലം കേസിന്റെ പുറകെ, കുറച്ചു കാലം കഴിഞ്ഞാൽ ജാമ്യത്തിൽ, അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷ വിധിക്കും. അതിലും കൊണ്ടുപോയിട്ട് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൊടുക്കും. ഇപ്പൊ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ, ഒരു പാവം ചെറുക്കനെ എന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റി കൊലപ്പെടുത്തിയതിന് ശേഷം അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് അവനിപ്പോഴും എന്ന് പറഞ്ഞാൽ ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. അതായത് വാഹനം കൊണ്ടാണ് ഇടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ബ്രേക്ക് പൊട്ടിയതാകാം എന്നൊക്കെയാണ് പറയുന്നത്.
എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മതിയായ കാര്യങ്ങളില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ നാളെ ഇത് കേരളത്തിലേക്കും വരാം. ഇതിനു മുന്നേയും കേരളത്തിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ പ്രണയിനി, അതായത് പ്രേമിക്കുന്ന ഒരു പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞ് ഒരു വേട്ടാവളിയൻ അവളെ കൊലപ്പെടുത്തിയതിന് ശേഷം അവൻ പറയുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ, അതായത് 40 വയസ്സാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും, ജീവപര്യന്തം തടവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും എന്ന് അവൻ ആ ഒരു ചിത കത്തി അമരുന്നതിന് മുന്നേ പറയുകയാണ്. അങ്ങനെയുള്ള അവനെയൊക്കെയാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവർക്ക് ഇതൊന്നും ശിക്ഷ കിട്ടിയാൽ പോരാ. ആ ഒരു സ്പോട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പിന്നെ അതന്നെ മതി. അതായത് അവനൊന്നും ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറയുന്നത് അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടിയന്തരം ആ കൂടുമ്പോഴേക്ക് തന്നെ അവൻ്റെയും അടിയന്തരം കഴിയണം. അതാണ് നല്ലത്. അല്ലാതെ ഇതിനൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു രക്ഷയില്ലടേ. ഇതൊന്നും പറഞ്ഞൊരു ഭയമില്ലാത്തൊരു സംഭവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു അമ്മയെയും മകളെയും ഒക്കെ എന്ന് പറഞ്ഞൊരു വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം ക്രിമിനലായിരിക്കും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിമിനൽ ബുദ്ധികളുള്ള കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറയാണ്. അതിൻ്റെയൊക്കെ മറവിലാണ് യുവന്മാർ വരുന്നത്. വളരെയധികം സൂക്ഷിച്ചോ. അതായത് മൊബൈലൊന്നും ആർക്കും കൊടുത്ത് കുട്ടികളെയൊന്നും അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കണം കൃത്യമായിട്ട്. അത് നമ്മൾ നോക്കുക തന്നെ വേണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടാൻ പോകുന്ന പാലും വെള്ളത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിരവധി സംഭവങ്ങളാണ് ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും നമുക്കൊരു പ്രശ്നം വരുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകഥ മാത്രമാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴും മാത്രമാണ് അതൊരു വലിയ സംഭവമായി മാറുന്നത്. അതുവരെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അത് തമിഴ്നാട്ടിലല്ലേ, അത് കർണാടകയിലല്ലേ, അല്ലെങ്കിൽ അത് പാലക്കാടല്ലേ, അത് തൃശ്ശൂരല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ വീട്ടിലെത്തിയാൽ മാത്രമേ നമുക്കതൊരു വലിയ സംഭവമായി മാറത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, വളരെയധികം സൂക്ഷിക്കുക. ഇനി ഇങ്ങനെയുള്ള ടീമുകൾ വളരെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും ഏതായാലും എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ചെയ്യാടോ. വീട്ടിൽ വിളിച്ച് കയറിയിട്ട് തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവൻ്റെ ചുക്കാമണി അവിടുന്ന് അത് തന്നെ ചെയ്തു വിടണമായിരുന്നു. ഇല്ല അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ട് സ്വാമീൻ്റെ കെട്ടിയില്ലേ, ഒരു സ്വാമീൻ്റെ, എന്നിട്ടെന്താ സ്വാമി മരിച്ചു പോയിനാ? ഇല്ലല്ലോ. സ്വാമി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമം കരഞ്ഞു തീർക്കുന്ന അത്രയേ ഉള്ളൂ. അതുപോലെ മതി, മനസ്സിലായ? പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കരഞ്ഞുകൊണ്ട് തീർക്കണമായിരുന്നു. ഒരു ഉപയോഗം ഇല്ലാതായി പോണം. കാരണം പിന്നെ വല്ല റബ്ബർ ബാൻഡ് പോലെ ആയിരിക്കണം ഇത്. അല്ല, ഇങ്ങനെ പറ്റുള്ളൂ ഇവനെ കൊണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിനും മറ്റേതിനൊക്കെ അടിമയായ കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ നല്ല മനുഷ്യന്മാരായി ചമയും. അങ്ങനെ തട്ടിപ്പിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറിക്കൂടും. പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പോയിട്ട് കുട്ടികൾ വിവാഹം കഴിക്കുകയും ചെയ്യും. ഇതിപ്പോഴും നടന്നിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അച്ഛനമ്മമാർ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യാൻ പറയുന്നത് അത് ചെയ്യുക. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വഞ്ചിക്കരുത്. ഇപ്പം ഈ കുട്ടി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയുടെ ജീവൻ കൂടിയല്ലേ പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? മകൾ ചെയ്ത തെറ്റിന് അമ്മയുടെ ജീവനും കൂടി പോയി. നന്ദി, നമസ്കാരം.